അക്കുച്ചേട്ടാ പെർഫോമൻസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ആരും ഒന്നും മനസ്സിലാക്കില്ലെന്നാ വിചാരം. എന്താ രണ്ടിന്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശമില്ല മാഡം. കൊട്ടേഷൻ കൊടുത്ത് ആക്സിഡന്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ അയ്യോ പാവം നടിച്ചു വന്ന് എല്ലാരെയും കയ്യിലെടുക്കാൻ നോക്കും അല്ല മാഡം? നിനക്കൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയാലോ. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കാനാണല്ലേ? അയ്യോ, കൊച്ചാക്കിയതല്ല മാഡം. അരവിന്ദേട്ടനെ ആക്സിഡന്റ് ആക്കിയ ക്രിമിനല് പോയ വഴിയിലെ CCTV ഫുട്ടേജുകളെല്ലാം മാഡം ശ്രേയ കളക്ട് ചെയ്തല്ലോ. കളക്ട് ചെയ്തു എന്ന് മാത്രമല്ല, സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനായിരുന്നടി? പറടി, നീ ഇപ്പൊ PWD ചീഫ് എഞ്ചിനീയർ ആണോ അതോ ക്രൈംബ്രാഞ്ച് ഓഫീസറോ? സ്നേഹിച്ച ആളെ കിട്ടാതെ പോകുന്ന എത്ര പ്രണയങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. അത് ആണിഞ്ഞായാലും പെണ്ണിഞ്ഞായാലും നഷ്ടപ്പെട്ടു പോയവർ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും പേര്. അതിൽ തേച്ചിട്ട് പോകുന്നവരും ഉണ്ടാവും. ഞാൻ ചാരുവിനെ കല്യാണം കഴിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കിയ നീ മനഃപൂർവ്വം നിന്നെ ഞാൻ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ഇതുവരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നീ എന്തെല്ലാം ചെയ്തു, എത്രയോ ഉപദ്രവിച്ചു, കേസിപ്പെടുത്തി. അതൊക്കെ ഞാൻ ക്ഷമിച്ചത് ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ നിനക്ക് തന്ന വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാണ്. പക്ഷെ ഇപ്പോ ഇത് അരവിന്ദേട്ടനോട് ചെയ്തത് എന്തിന്റെ പേരില? എന്നോടും ചാരുവിനോടുള്ള ദേഷ്യം നീ ഇപ്പൊ തീർക്കാൻ നോക്കുന്നത് അരവിന്ദേട്ടന്റെ ജീവിതം വെച്ച. അതൊന്നും അറിയാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടക്കുക അവൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടവനെ തന്നെ നീ ഇപ്പൊ ഈ ഗതിയിലാക്കിയില്ലേ? ഹൃദയം ഒന്നുള്ളത് ഉണ്ടോടി നിനക്ക്? ഞാൻ നിന്നോട് ചെയ്തത് ചതിയാണെങ്കിൽ നീ അരവിന്ദനോട് ഇപ്പൊ ചെയ്യുന്നത് ആർക്കും ക്ഷമിക്കാനാവാത്ത തെറ്റാ. എന്താ ആകാശേ, ഇപ്പൊ ചേട്ടനോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ. അവൻ ആരാ? ഹരിശ്ചന്ദ്രനോ? എല്ലാത്തിനും കാരണം അവനാ, അവൻ മാത്രം. കല്യാണത്തിന്റെ അന്ന് മുങ്ങാതെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. നിന്റെ ചേട്ടൻ ചെയ്ത ചതിയാ എല്ലാം കീഴ്മേൽ മറിച്ചത്. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം. അരവിന്ദനെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ വന്ന് കേറുന്നത് ആയിരപ്പറയിലെ മരുമകളാവാൻ വേണ്ടിയല്ല. നിന്നോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിവിടെ മരുമകളായി വാഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന നിന്റെ അമ്മ തന്നെയാ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. അമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് നിന്റെ ചേട്ടൻ അത് തിരുത്തണമായിരുന്നു. അത് ചെയ്തില്ല. എന്നെ മോഹിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന് കല്യാണം ആലോചിച്ചു. ഈ തറവാട്ടിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമല്ലേ? മിണ്ടായിരിക്കടി. ഇപ്പൊ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമാണെന്ന് കരുതി എന്ത് നടക്കുന്നു വിചാരിക്കണ്ട. അമ്മായി അരവിന്ദേട്ടന് നിന്റെ പിന്നാലെ വരുന്നതേ ശ്രേയെ കണ്ടിട്ടല്ല, ചീഫ് എഞ്ചിനീയർ എന്ന നിന്റെ പൊസിഷൻ കണ്ടിട്ട് മാത്രം. നിനക്ക് ആ പൊസിഷൻ എന്ന് ഇല്ലാതാകുന്നോ അന്ന് നിന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ മാറും. അതിനുള്ള സമയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രേയ. എന്റെ പൊസിഷൻ ഇല്ലാതാക്കാൻ നിന്റെ കയ്യിൽ എന്താടിയുള്ളത്? സത്യമുണ്ട്. എവിഡൻസ് വൈകാതെ കിട്ടും. അക്കുച്ചേട്ടന് ഞാനും ആക്സിഡന്റ് നടന്ന സ്പോട്ട് കഴിഞ്ഞുള്ള എല്ലാ CCTV ഫുട്ടേജും നോക്കി. അരവിന്ദേട്ടനെ ഇടിച്ചിട്ട് പോയവന്റെ വിഷ്വൽസ് ഞങ്ങൾ കണ്ടു. അവൻ ഹെൽമെറ്റ് വെച്ചിരുന്നോണ്ട് മുഖം ക്ലിയർ അല്ലായിരുന്നു. ഒരു ഷോപ്പിലെ CCTV ഫുട്ടേജ് PWD ചീഫ് എഞ്ചിനീയർ വന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോയി എന്നും പറഞ്ഞു. അത് മാത്രമല്ല, ഫുട്ടേജ് ഡിലീറ്റും ചെയ്തു. നിന്റെ അധികാരം വെച്ച് നിനക്ക് എന്തും ചെയ്യാം. പക്ഷേ അതെന്നും മറച്ചു വെക്കാൻ കരുതണ്ട നീ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നീയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസർ എന്നാ.
നീ എന്ത് ഫൂട്ടേജ് അന്വേഷിച്ചിട്ടും ഒരു കാര്യമില്ല ചാരു. കുറ്റം തെളിയിക്കാൻ എവിഡൻസ് വേണം. നീ അത് കണ്ടെത്തും. നീയാണ് അരവിന്ദേട്ടന്റെ ആക്സിഡന്റിന് പിന്നിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ദൈവം ഒരു തെളിവ് ബാക്കി വെക്കാതിരിക്കില്ല. അതെന്ന് എന്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് നിന്റെ കയ്യിൽ വിലങ്ങ് വീഴും. ബെസ്റ്റ് ഓഫ് ലക്ക്. അരവിന്ദേട്ടനെ ഇടിച്ചിട്ട് പോയവന്റെ വിഷ്വൽസ് ഞങ്ങൾ കണ്ടു. ഒരു ഷോപ്പിലെ CCTV ഫുട്ടേജ് PWD ചീഫ് എഞ്ചിനീയർ വന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോയി എന്നും പറഞ്ഞു. അത് മാത്രമല്ല, ഫുട്ടേജ് ഡിലീറ്റും ചെയ്തു. ഹലോ, ഹാഫ് ആൻ അവർ. അതിനുള്ളിൽ എനിക്ക് നിന്നെ കാണണം. ഓക്കെ? എത്ര CCTV ഫുട്ടേജ് പരിശോധിച്ചാലും എന്റെ മുഖം അതിലുണ്ടാകില്ല മാഡം. ബാബുക്കുട്ടൻ പോലീസിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ക്യാമറ കണ്ണുകളെ. എല്ലാ കണ്ണുകളെ എന്നും മൂടിവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ മൂടിയിട്ടുണ്ട് മാഡം. അവൻ വന്ന റൂട്ടിൽ 4-5 CCTV മാത്രമേ ഉള്ളൂ. അതിൽ രൂപം ഉണ്ടാവും, പക്ഷെ മുഖം കിട്ടില്ല. മാഡം ടെൻഷൻ ആണ്ട. എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇതിൽ നിന്ന് എങ്ങനെ ഉരണോന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കാര്യ പറഞ്ഞത്. ബാബുക്കുട്ടൻ ചെയ്ത ജോലിക്ക് ഞാൻ കാശ് തന്നിട്ടുണ്ട്. അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു എന്ന് നീ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്ക് തന്നെയാ. അറിയാം മാഡം. പെട്ടാലേ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതുവരെ ഈ പണി ചെയ്തിട്ടുള്ളത്. ആത്മവിശ്വാസമൊക്കെ നല്ലതാ, പക്ഷെ അത് നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതി.